എൻ്റെ കൂടെ ജോലി ചെയ്തവരും എതിർത്തു, എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് HOD അവരും എതിർത്തു. എൻ്റെ വൈഫ് തന്നെ എനിക്ക് പറഞ്ഞു ഒരിക്കലും പോകരുത്. അത് ഏറ്റവും പറ്റുമ്പോഴെന്ന് പിന്നെ നമുക്ക് ടെൻഷനാണ്. കാര്യം ഒരാളോട് ഇപ്പോൾ ഒന്ന് ഒരു പൈസ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. പല ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പം പല ആൾക്കാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പല ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ലേബറാണ് എൻ്റെ വിജയം. നമസ്കാരം. സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഹൊസൂറാണ്. ഹൊസൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഒരു മലയാളികളുടെ വലിയ കൂട്ടായ്മയുള്ള ഒരു പ്രദേശമാണ്. തമിഴ്നാടിൻ്റെ ഒരു ഭാഗമാണ്. കർണാടകയുമായിട്ട് ബാംഗ്ലൂരുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഹൊസൂർ. ഇവിടെ ഒരുപാട് മലയാളികളുടെ സാംസ്കാരിക സംഘടനകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ നേതൃത്വ നിലയിൽ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെ അതിജീവിച്ച് ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടുകളെ സഹിച്ച് ജീവിത വിജയം കൈവരിച്ച ഒരു സാധാരണക്കാരനായ ഒരാളാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള കലഞ്ഞൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 1988 ബോംബെയിലേക്ക് ജോലി അന്വേഷിച്ച് പോവുകയും അവിടെ നിന്ന് ലൂധിയാന, ഡൽഹി, അങ്ങനെ നോർത്തിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പൂനെയിൽ വന്ന് പിന്നെ അവിടെ നിന്ന് ഹൊസൂറിലേക്ക് വന്ന ഇന്ന് കഴിഞ്ഞ 16 വർഷമായി ഹൊസൂറിലെ ശ്രീജ എൻ്റർപ്രൈസസിന് നേതൃത്വം കൊടുക്കുന്ന അനിൽ കെ നായരാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം അനിലേട്ടാ. നമസ്കാരം. കലഞ്ഞൂർ സ്വദേശിയാണ്. കലഞ്ഞൂരാണ് ജന്മദേശം. അതെ. അച്ഛൻ എന്ത് ജോലിയായിരുന്നു? അച്ഛൻ AB തോമസിന്റെ റബ്ബർ എസ്റ്റേറ്റ് ടാപ്പിംഗ് ആയിരുന്നു. എത്രാമത്തെ മകനായിരുന്നു അനിലേട്ടൻ? ഞാൻ രണ്ടാമത്തെ. 4 പേരാണ്. മൊത്തം 4 പേരിൽ രണ്ടാമത്തെ ആളാണ്. മൂത്തതും ഏറ്റവും ഇളയതും സിസ്റ്റർമാരാണ്. ഇടയ്ക്ക് 2 പേര്. ആണായിട്ട് മൂത്തത് ഞാൻ. മൂത്തതാണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1988 അതെ ആദ്യമായിട്ട് ജോലി അന്വേഷിച്ച് ബോംബെയിലെ കല്യാണിലേക്ക് വന്നു. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ അവിടുന്ന് വിടേണ്ടി വന്നു. എന്തായിരുന്നു അനുഭവം? അത് ജോലിയുടെ പ്രശ്നമായിട്ട് ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ഒറ്റയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ത്രൂവിൽ ലൂധിയാനയ്ക്ക് പോയി. പഞ്ചാബ് ലൂധിയാനയിൽ 12 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സ്റ്റീൽ വർക്സിൻ്റെ ഇതിനകത്ത് കമ്പനിക്കകത്ത് കയറി. അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ച് പിന്നെ അവിടുന്ന് 2002 അവിടുന്ന് അറ്റ്ലസിൻ്റെ പ്ലാന്റ് അവിടെ ഹരിയാന ഗുഡ്ഗാവ് അവിടെയാണ് പോകുന്നത്. അവിടെ പോയി 1 വർഷം അവിടെ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ പൂനെക്ക് വന്നു. അവിടെ ഒരു 10 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ചില പ്രശ്നമായി. അവിടെ തന്നെ കോണ്ടാക്ട് തന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്ത് റിസൈൻ കൊടുത്ത് അങ്ങനെ വിട്ടില്ല. ഇപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന നീ കോണ്ടാക്ട് എടുത്തോ, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ചെയ്യാം, കുഴപ്പമില്ല. എന്ന് വരെ ചെയ്യുമെന്ന് വരെ ചോദിച്ചു. അപ്പം ഞാൻ റിസൈൻ കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്ന് വരെ ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു എന്ന് വരെ ചെയ്യാൻ പറ്റുമോ അതുവരെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മെയ് 4 വരെ ജോലി ചെയ്ത് 5-ാം തീയതി 5 പേരെ കൊണ്ട് തുടങ്ങിയതാണ് ഈ ശ്രീജ എൻ്റർപ്രൈസസ്. മെയ് മാസം എന്ന് പറഞ്ഞാൽ മെയ് 1 തൊഴിലാളികളുടെ ദിനമാണ്. മെയ് 5 മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ് 4 വരെ ഞാൻ ആ കമ്പനിയിൽ തന്നെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ട് 5-ാം തീയതി മുതൽ 5 പേരെ കൂടി തുടങ്ങിയതാണ് ഈ ശ്രീജ എൻ്റർപ്രൈസസ്. ശരിക്കും 1000-ൽ പരം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ അനിലേട്ടന് സാധിച്ചു. 5 പേര് കാരണം ആ കോൺട്രാക്ട് തരുമ്പോൾ എന്ന് വരെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന കമ്പനിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വന്നത് 1000 പേരിൽ എത്തി നിൽക്കുമ്പോഴാണ്. പക്ഷെ ആ കാലയളവിൽ ആ കോൺട്രാക്ട് ഇപ്പോൾ ഒരു ജോലി ചെയ്ത സ്ഥാപനത്തിൽ
നമ്മൾ കോൺട്രാക്ട് വർക്കിലേക്ക് പോകുമ്പോൾ എന്ത് മാറ്റമാണ്? കാരണം നമ്മൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നമുക്ക് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു അവകാശം കിട്ടുകയാണ്. നമുക്ക് ആവശ്യം കിട്ടും, അതുപോലെ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കോണ്ടാക്റ്റിലോട്ട് പോകുമ്പം എൻ്റെ സ്വന്തം വൈഫ് തന്നെ എന്നെ പറഞ്ഞ് ഒരിക്കലും ജോലി വിടരുത്, കാര്യം സ്ഥിര വരുമാനം കിട്ടുന്നതാണ്, അത് വിടരുതെന്ന് പറഞ്ഞ്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഞാൻ സ്വന്തം റിസ്കിൽ ഞാൻ അതിൻ്റെ ഇതിൽ പോയി ഇന്ന് നല്ലൊരു വിജയമായിട്ട് ഒരുപാട് പേര് എതിർത്തു അല്ലേ? എതിർത്തു. എൻ്റെ കൂടെ ജോലി ചെയ്തവരും എതിർത്തു, എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് HOD അവരും എതിർത്തു. എൻ്റെ വൈഫ് തന്നെ എനിക്ക് പറഞ്ഞു ഒരിക്കലും പോകരുത്, കാര്യം സ്ഥിര വരുമാനം കിട്ടുന്ന ഒരിക്കലും വിട്ടു പോകരുതെന്ന് പറഞ്ഞ്. എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ പറഞ്ഞു ഇല്ല അത് നോക്കാമെന്നുള്ള രീതിയിൽ കൂടെ ഞാൻ പോയി ഇന്ന് നല്ലൊരു വിജയമായിട്ട്. അപ്പോൾ 5 പേര് വെച്ച് ചെയ്ത ആദ്യത്തെ 5-ാം തീയതി കിട്ടിയ ആദ്യത്തെ വർക്ക് എന്തായിരുന്നു? ഈ 5 പേർക്ക് നമ്മൾ കൊടുത്ത അസൈൻമെന്റ് സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്റ്റീൽ ട്യൂബിൻ്റെ ട്യൂബ് കട്ടിംഗ് ആണ് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞ്. ആ വർക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും. ഈ 5 പേരിൽ അന്ന് അനിലേട്ടനും കൂടെ ഇറങ്ങിയാ? അല്ല, ഞാനുണ്ടല്ലോ എൻ്റെ കൂടെ ഉണ്ട്, വർക്ക് ചെയ്യാനും. പിന്നെ അത് പല ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ പല ആൾക്കാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പല ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമ്മൾ താഴ്ചയും ഉയർച്ചയും ഉണ്ട്. അതിൽ താഴ്ച വരുമ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന്. ഉയർച്ച വരുമ്പോൾ എത്ര പേരുണ്ടെന്നുള്ളത് ജീവിതം നമ്മളെ പഠിപ്പിച്ചു അല്ലേ? ഇപ്പം തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എല്ലാത്തിനും ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടാലും മുമ്പോട്ട് പോകണം, നല്ല രീതിയിൽ പോകണം എന്നുള്ള രീതിയിലാണ്. അത് പല എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലേ? അതുണ്ട് തീർച്ചയായിട്ടും. ആരെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അത് ഏറ്റവും പറ്റുമ്പോഴെന്ന് പിന്നെ നമുക്ക് ടെൻഷനാണ്. കാര്യം ഒരാളോട് ഇപ്പോൾ ഒരു പൈസ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. അയാൾക്ക് കൊടുക്കാൻ സാധിച്ചില്ലെന്നല്ല, അവർക്ക് എന്താ അനുഭവമായിരിക്കും. കാര്യം അതുപോലെ അനുഭവിച്ചാണ് ഞാൻ. പലയിടത്തു നിന്നും നമുക്ക് പൈസ ചോദിച്ചാൽ നമുക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച അനുഭവം അല്ലയോ അവർക്ക് വരുന്നതെന്നുള്ള രീതികൾ ചിന്തിച്ചിട്ട് രാത്രി ഫുള്ള് ഉറങ്ങാൻ പറ്റത്തില്ല. ആദ്യം പറയും കൊടുക്കത്തില്ല, പക്ഷെ പിന്നെ രാവിലെ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. ആ പൈസ കൊടുത്തിരിക്കും. പക്ഷെ പലപ്പോഴും അത് കിട്ടാതെ വന്നിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കിട്ടാതെ. ഇഷ്ടം പോലെ. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ നല്ല രീതിയിൽ കൂടെ ഇന്ന് വരെയും നല്ല രീതിയിൽ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പൂനെയിൽ നിന്നിട്ട് പിന്നെ വരുന്ന ഹൊസൂറിലേക്കാണ്. പൂനെ ഇന്ന് 2011 ഹൊസൂറിൽ വന്നു. ഹൊസൂറിലേക്ക് തിരഞ്ഞെടുക്കാനുണ്ട് കാരണം എന്തായിരുന്നു? ഹൊസൂറിൽ നിന്ന് വരാനെന്ന് പറഞ്ഞാൽ ആ സ്റ്റീൽ പ്ലാന്റിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കമ്പനിയിൽ നിന്ന് തന്നെ എന്നെ വിട്ടതാണ്. ഇവിടെ ഞാൻ 5 പേരെ കൊണ്ടാണ്. ഇവിടെ 5 പേരെ കൊണ്ടാണ് വന്നത്. അവിടുന്ന് ബോംബെയിൽ നിന്ന് 5 പേരെ കൊണ്ട് വന്ന് നല്ല രീതി 5 പേരെ കൊണ്ട് തുടങ്ങിയതാണ്. 5-ാം തീയതിയാണ് തുടങ്ങുന്നത്. 5 പേരെ കൊണ്ട് ലക്കി നമ്പർ 5 ആയിരിക്കും. അതായിരിക്കും. നമ്മള് വന്ന് 5 പേരെ കൊണ്ട് വന്ന് ഇന്നിപ്പോ ഒരു 300-400 പേരോളം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അവരുടെ ആ ബ്രാഞ്ച് തന്നെയാണ് ആ കമ്പനിയുടെ. ആ ബ്രാഞ്ചിലും ഉണ്ട്. അവിടെ ഒരു 150 പേര്. അതിപ്പോ ആ ഭൂഷൺ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. അവരിപ്പോ അത് ടാറ്റ ടേക്ക് ഓവർ ചെയ്ത് ടാറ്റ സ്റ്റീലിലാണ് ചെയ്യുന്നത്. അവിടെ ഒരു 170 പേരുള്ളുണ്ട്. പിന്നെ ബാംഗ്ലൂർ ടൊയോട്ട, പിന്നെ ANS ഗ്രൂപ്പ്, JSW, അങ്ങനെ എല്ലാ കമ്പനിയും ഇവിടെ. അപ്പോൾ എല്ലായിടത്തും യാത്ര ചെയ്യും? എല്ലായിടത്തും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പോയി എല്ലാ മാസവും പോകണം. ഓരോ സ്ഥലത്തും ഓരോ സൂപ്പർവൈസർമാരുണ്ട്. എല്ലാവരും ഉണ്ട്. അവർ തന്നെ മാനേജ് ചെയ്തോളും. പിന്നെ ഞാൻ എല്ലായിടത്തും കറങ്ങി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വിവാഹം കഴിച്ച എവിടെ നിന്നാണ്? ഞാൻ വിവാഹം കഴിച്ച കൂടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കലഞ്ഞൂരിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത്. നേരത്തെ പരിചയമുള്ള എൻ്റെ അമ്മാവിൻ്റെ മകളെ തന്നെയാണ് കഴിച്ചത്. വൈഫിന്റെ പേര് ശ്രീജ. ആ പേരാണ് ശ്രീജ എന്റർപ്രൈസസ്. അത് തന്നെ, അതാണ് ശ്രീജ എന്റർപ്രൈസസ് ആയിട്ട് വന്നത്. വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? വിവാഹം കഴിച്ചത് 96-ലാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2009-ലാണ്. ലൂധിയാനയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ ആയിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ മക്കള് 2 ആൺമക്കളാണ്. മൂത്താള് അനന്തൂന്ന് പേര്. പുള്ളി BCom കഴിഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ കമ്പനി വരുന്നുണ്ട്. ഇളയാള് ശ്യാം എന്ന പേര്. പുള്ളി ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ 3rd ഇയർ BCom CA എടുത്ത് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുടുംബത്തിൻ്റെ ഒരു പിന്തുണ അനിലേട്ടന് ഒരുപാടുണ്ടായിരുന്നു അല്ലേ? കാരണം ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും കമ്പനിയിൽ കോൺട്രാക്ട് പണിക്ക് പോകേണ്ട അതെൻ്റെ വൈഫ് തന്നെ പറഞ്ഞു, ഒരിക്കലും പോകരുത്, സ്ഥിര വരുമാനം കിട്ടുന്ന കളയരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സാലറി ആകുമ്പം അവർക്കൊരു ഫിക്സ് ആയിട്ട് ഒരു എമൗണ്ട് അവിടെ കൊടുത്തു. എൻ്റെ വൈഫ് നാട്ടിൽ നിന്നിട്ടുണ്ട്, അവിടെ നിന്നിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്കൊരു പേടി വന്നു, ഞാൻ ബിസിനസ്സിൽ പോയി കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി വന്നതിൻ്റെ പേരിലാണ് അവർ വന്നത്. അവരുടെ പിന്നീട് അങ്ങോട്ട് സപ്പോർട്ട് തന്നെയായിരുന്നു അല്ലേ? പിന്നെ എല്ലാം സപ്പോർട്ട്. എല്ലാവരും എതിർത്തപ്പോൾ പോലും അനിലേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കോൺട്രാക്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അതിലെനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പോഴും ഇഷ്ടം പോലെ വർക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടുതൽ പിന്നെ ഈ മാൻ പവറിൻ്റെ ആയതുകൊണ്ട് ശകലം പ്രശ്നം വരുന്നുണ്ട്, കിട്ടാൻ വളരെ കുറവല്ലേ, വില കുറവ്. പിന്നെ ഞാൻ എല്ലായിടത്തും പോകും, എൻ്റെ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന എല്ലായിടത്തും, ആസാം, ബീഹാർ, UP, ബംഗാൾ, എല്ലായിടത്തും പോയി എൻ്റെ ലേബറിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അവരുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ലേബറാണ് എൻ്റെ വിജയം. കാര്യം അവർ വന്നെങ്കിലേ നമുക്ക് അവരെന്തെങ്കിലും ചെയ്തെങ്കിലേ എനിക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള ഒരു രീതി. ഞാൻ ഒരു മലയാളിയാണ്, എന്നാലും UP ബീഹാറെല്ലാം കൂടെ 1000 പേര് എൻ്റെ പേരിൽ വെളിയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തോന്ന് തീർച്ചയായും നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹവും ആ ഇഷ്ടവും തന്നെയാണ് അവർ നമ്മളെ ചേർത്ത് നിർത്തുന്നത്. ഏതൊരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്. കാരണം അനിലേട്ടന്റെ കരിയർ തുടങ്ങുന്നതും ഒരു എംപ്ലോയി ആയിട്ടാണ്, ഒരു സാധാരണ ഒരു ലേബറായിട്ട് ജീവിതം ആരംഭിച്ച ഒരാളാണ്. അപ്പൊ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മറ്റാരേക്കാൾ ഏറെ അനിലേട്ടൻ അറിയാം. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ, അവരെ കൂടെ നിർത്താൻ അനിലേട്ടന് നന്നായിട്ട് മനസ്സിലാക്കാൻ പ്രശ്നങ്ങള് അവർ പറയാതെ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു എംപ്ലോയിയുടെ ഒരു നിസ്വാർത്ഥമായ സേവനം കമ്പനി എത്രത്തോളം വളർത്താൻ സാധിക്കും? ഒത്തിരി അത് പറഞ്ഞ് തീർക്കാൻ നമ്മൾ പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ബേസിക്കലി ഒരു കോൺട്രാക്ട് വർക്ക് ആകുമ്പോൾ ആ പറഞ്ഞ സമയത്ത് നമ്മൾ വർക്ക് തീർത്തു കൊടുക്കേണ്ടതാണ്. ഇത് അങ്ങനെയുള്ള വർക്കല്ല. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് പെർമനന്റ് വർക്കാണ്. അത് അവരുടെ പ്രൊഡക്ഷൻ വർക്കാണ്. അതുകൊണ്ട് നമുക്ക് മാൻ പവറിനെ കൊടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് വരെ നല്ലതായിട്ട് കമ്പനി നിൽക്കുന്നു, അന്ന് വരെ നമുക്ക് തുടർന്നു പോകുന്ന വർക്കാണ്. ഇതല്ല നാളെ തീരും അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് തീരും എന്നുള്ള വർക്കല്ല. ഇത് കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കും. ഈ പ്ലാന്റ് എപ്പം വരെ ഓടുന്നോ അതുവരെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ നല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മാറ്റി അത് വേറെ കോൺട്രാക്ട് കൊടുക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കലഞ്ഞൂറിലേക്ക് പോകുമ്പോൾ, കലഞ്ഞൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അത് 4 പേരെ അന്നത്തെ കാലത്ത് പഠിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതെല്ലാം ഒരു സാധാരണക്കാരന് പറ്റാത്തതിന് മേളിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും അന്ന് അനുഭവിച്ചൊരു ത്യാഗമുണ്ട്. അത് എത്രത്തോളമാണ് അനിലേട്ട? അല്ല, അത് ഞങ്ങൾ കൊച്ചിലെ ഞങ്ങൾ പറഞ്ഞില്ലേ 4 മക്കളാണ്. അച്ഛനും അമ്മയും വെളുപ്പിനെ അങ്ങ് ജോലിക്ക് പോകും. അച്ഛനും അമ്മയ്ക്കും അവിടെ ജോലി ഉണ്ടായിരുന്നു എസ്റ്റേറ്റിൽ. അവർ രണ്ടുപേരും 5 മണിക്ക് പോകും. 5 മണിക്ക് പോകുമ്പം നമുക്ക് എരുമ ഉണ്ടായിരുന്നു. എരുമ പശുവിനെ കറന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അത് പിന്നെ ഞാൻ പാല് കൊടുക്കാൻ പോകും. പിന്നെ ഞങ്ങൾ 4 പേരും വെളുപ്പിനെ എഴുന്നേറ്റ് രാവിലെ പാല് കൊടുത്തിട്ട് വരും. പിന്നെ എരുമയ്ക്ക് പോച്ച പറിക്കാനൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നു. പിന്നെ സ്കൂളിൽ പോയി വൈകിട്ട് വരുമ്പോഴും ഇത് തന്നെ, പിന്നെ പോച്ച പറിക്കുക. പക്ഷെ അവരുടെ ആ കഷ്ടപ്പാട് നമ്മൾ കണ്ടത് വളർന്ന് നമ്മൾ ഇന്നും കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷെ അതായിരിക്കും എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അതായിരിക്കണം. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. യാത്രകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോകും. ഇപ്പോൾ മാസം 2-3 പ്രാവശ്യം പോകും. ഇപ്പം അന്ന് പണ്ട് ബസ്സിന് പോയി, ട്രെയിനിന് പോയി, ഇന്ന് ഫ്ലൈറ്റിൽ പോകുന്നു. ഇത്രയൊരു വ്യത്യാസം. യാത്രകൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ. കാര്യം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ, നമ്മളിപ്പോൾ അടുത്തൊരു മലയാളി വന്നിരുന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, എങ്ങനെ എന്തുവാന്നൊക്കെ അന്വേഷിക്കുക. അതുപോലെ പിന്നെ എൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒസൂറി വന്നിട്ട് ഇവിടെ കരളി സമാജമുണ്ട്. കരളി സമാജത്തിൽ വന്ന് ഒരു 2 വർഷം വൈസ് പ്രസിഡൻ്റായിട്ടും 2 വർഷം വർക്കിംഗ് പ്രസിഡൻ്റായിട്ടും 2 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ടും ഇരുന്നിട്ടുണ്ട്. ആ ഇരുന്നത് എൻ്റെ ഒരു പ്രവർത്തനം. അതുപോലെ ഒത്തിരി പാവം പിടിച്ചവരെ എനിക്ക് ചാരിറ്റബിളായി സഹായിക്കാനും ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതൊക്കെയാണ് എൻ്റെ ഒരു സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചു ഒരുപാട് പേര് നമ്മൾ ആ സംഘടനയുടെ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ
സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാധിച്ചിട്ടുണ്ട്, ഇന്നും സഹായിക്കുന്നുണ്ട്. ഇന്ന് അതാണ് എൻ്റെ ഒരു, എൻ്റെ എന്നല്ല, എനിക്കത് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. നാളെ അത് കഴിയണം അങ്ങനെ ഒരു ആഗ്രഹമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും. ഹൊസൂറിൽ വന്നപ്പോഴാണ് സൗഹൃദങ്ങൾ കൂടിയത്. ഹൊസൂർ വന്നിട്ടാണ് സൗഹൃദങ്ങൾ കൂടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഒരു വലിയൊരു സംരംഭത്തിന് പാർട്ണർഷിപ്പിലേക്ക് ഒരു ഹോട്ടലിലേക്ക് അതിപ്പോ ഞങ്ങള് ഒരു അടുത്ത ഫ്രണ്ട്സ് ഓണാഘോഷം നടക്കുന്ന സമയത്ത് ഒരു സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. അതെ, ഒരു ഹോട്ടൽ. അപ്പൊ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻ പരിചയമില്ലാത്തൊരു മേഖലയാണ്. ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല, 4 പേർക്കും പരിചയമില്ല. ഈ 4 പേരിൽ നിന്ന് ഒരാൾ അബൂക്ക, മൈജ അക്ബർ, അബൂക്ക. മൈജ അക്ബർ എന്ന് പറയുന്നത് ഹൊസൂർ സ്വദേശിയാണ്. പുള്ളി ജനിച്ചത് വളർന്ന. അബൂക്ക എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരനാണ്. ബാബു താന്നുവിളി എന്ന് പറഞ്ഞ അഞ്ചൽ ആയൂരുള്ള, ഞാൻ പത്തനാപുരം. അപ്പൊ 4 പേരുടെ ഒരു കൂട്ടായ്മ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു വലിയൊരു രുചിക്കൂട്ടാണ് നാളെ മേയർ സത്യ ഉദ്ഘാടനം ചെയ്യാൻ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ്. അപ്പൊ ഈ റെസ്റ്റോറന്റില് എല്ലാവിധ ഭക്ഷണങ്ങളും ഉണ്ടാവും. കോണ്ടിനെന്റൽ, ഇന്ത്യൻ, നോൺ വെജ് എല്ലാം ഉണ്ട്. അതിനുള്ള ആൾക്കാരെല്ലാം നമ്മള് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മനസ്സുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഭിന്നതകളില്ലാത്ത ഒരു ആത്മാർത്ഥതയോടുള്ള ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചാൽ ഏത് പ്രസ്ഥാനവും വിജയിക്കും. അതിന് തന്നെയാണ്. അപ്പോൾ അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം കാരണം അനിലേട്ടൻ്റെ ഒരു ജീവിതം ഇത്രയും നാളത്തെ 38 വർഷത്തെ ഒരു വലിയൊരു യാത്രയാണ്. ഈ യാത്ര ഇത്രയും വർഷത്തെ യാത്രയൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ മനസ്സിൽ എന്ത് തോന്നുന്നു? മനസ്സിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഏറ്റവും വലിയ നമ്മൾ ഈ ഒരു നിലയ്ക്ക് വന്നല്ലോ എന്നുള്ളവരുണ്ട്. ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? അത് ദൈവാധീനം. ഒന്ന് ദൈവാധീനം, പിന്നെ നമ്മുടെ പ്രയത്നങ്ങൾ. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വഴി ഇങ്ങനെ കാണിച്ച് തരും. എന്നെ ഇത് നിലയിലാക്കിയ നോർത്ത് ഇന്ത്യൻസ് ഒരു മാനേജറാണ്. പുള്ളിയുടെ പേര് മുകുൽ വർമ്മ എന്നാണ്. ഇന്ന് ടൊയോട്ട കമ്പനിയുടെ ഒരു MD ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്നെ ഇത്രയും ഉയർത്തിയത്. പുള്ളിയെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ഓരോ ഇതിലും എന്നെ കൊണ്ടുപോകാനും ഓരോ പ്രൊമോഷൻ തരാനും പിന്നെ ഓരോ കാര്യങ്ങൾക്ക് ജോലിക്ക് കൊണ്ടുപോകാനും. അങ്ങനെയാണ് ഞാൻ ലുധിയാന വിടുന്നത്. പുള്ളിയാണ് എന്നെ ഗുഡ്ഗാവിൽ കൊണ്ടുവന്നത്. അവിടുന്ന് വിട്ട് പുള്ളി ബോംബെ വന്നപ്പം പിന്നെ പുള്ളിയുടെ കൂടെ അവിടെ വന്നു, കുപ്പുളി സ്ഥലത്ത് വന്ന്. പുള്ളി പിന്നെ ഇപ്പം ഇവിടെ മാരിച്ചി കുമ എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ഒരു ജപ്പാനീസ് കമ്പനിയാണ്, അതിൻ്റെ MD ആണ്. അവിടുത്തെ മെയിൻ കോൺട്രാക്ടർ ഞാനാണ്. ഒരു 200ഓളം ജോലിക്കാർ അവിടെ ഉണ്ട്. ഒരു 1 crore ഒരു വർക്ക് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഇന്നും നാളെ തീരുന്നില്ല. എന്നുവരെ ഞാൻ നേരെയാണ്, അന്ന് വരെ ഈ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഏത് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളും പുഞ്ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. താങ്കളുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അത് നമ്മളെപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. എത്ര ദുഃഖമാണെങ്കിലും അത് ചിരിയെന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ്. അതാണ് ഐഡന്റിറ്റിയാണ് അനിലേട്ടനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരിക്കലും ടെൻഷൻ എടുത്തിട്ടോ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും നല്ല ഇത് തന്നെയാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. അല്ലേ? അതെ, നല്ല ആരോഗ്യമുള്ളവനാവുക, മനസ്സമാധാനത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ഈ ഭൂമിയിൽ മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. അനിലേട്ടൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് അനിലേട്ടൻ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ചിരിച്ചുകൊണ്ട് പറയും. കാരണം വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ. ആ വിശ്വാസത്തിൽ ഒരുപാട് പേര് അദ്ദേഹത്തെ പറ്റിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് ഇന്ന് 1000 കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. 1000 പേർക്ക് നമ്മൾ ജോലി കൊടുക്കുമ്പോൾ 1000 കുടുംബങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതൊരു പുണ്യ പ്രവൃത്തിയാണ്. അവരുടെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹം, ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാം കൊണ്ടും സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് പേർക്ക് അതൊന്നും പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ സഹായിക്കുന്നവരെ നമ്മൾ ഇന്ന് സഹായിച്ചു എന്ന് പറയുന്നതിലല്ല. ഒരുപാട് അവശത അനുഭവിക്കുന്ന സമൂഹത്തിൽ നമ്മളെല്ലാം നമ്മൾ നേടുമ്പോൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുന്നവരാണ് യഥാർത്ഥ മനുഷ്യസ്നേഹികൾ. ആ മനുഷ്യസ്നേഹിയായ ഒരു നല്ല ബിസിനസ്സുകാരനാണ് അനിൽ കെ നായർ എന്ന
നമ്മളെ കലഞ്ഞൂർ സ്വദേശി. അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ ഇനിയും ഒരുപാട് നന്മകൾ, ഒരുപാട് വിജയങ്ങൾ സർവീസിന് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡും തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.